കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു മസാല ദോശയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഫ്രൂട്ട് മിക്സ് എല്ലാം വെച്ചിട്ടുള്ള ഒരു ഫില്ലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളൊരു മസാല ദോശ. പുതിയതായി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഇനിയും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത് കാഷ്നട്ടും ബദാമും പിസ്തയുമാണ് നട്ട്സായിട്ട് ഇട്ടിട്ടുള്ളത്. പിന്നെ കറുത്ത മുന്തിരിയും കുറച്ച് ഈന്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കൈവശം എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ ഇട്ട് കൊടുക്കാം. വളരെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോഴേക്കും അതിലേക്ക് കട്ട് ഫ്രൂട്ട്സ് എല്ലാം ഇടാം. ഇതിപ്പോൾ ഏത്തപ്പഴം മുറിച്ചതായിരുന്നു ആദ്യം ഇട്ടത്. രണ്ടാമത് ഇടുന്നത് മാമ്പഴം മുറിച്ചതാണ്. ഇത് ചക്കപ്പഴം മുറിച്ചതാണ്. ഇത് ചിങ്ങമ്പഴം മുറിച്ചതാണ്, അതായത് പച്ചപ്പഴം എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ ഇടുന്നത് പൈനാപ്പിൾ കട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഇത്തരം ഫ്രൂട്ട്സ് എത്രമാത്രം ഇടാവോ അതെല്ലാം ഏകദേശം ഒരളവിലാക്കി ഇടുക. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ഫ്രൂട്ട്സൊക്കെ ഒന്ന് ലിക്വിഡൈസ് ചെയ്തിട്ട് ഒന്ന് സോഫ്റ്റായിട്ട് വരും. ഒരു 2 മിനിറ്റ് മാത്രം ചെയ്താൽ മതിയാവും. ഈ ഒരു അളവിലേക്ക് ഇങ്ങനെ വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരവി ചെയ്തിട്ട് കൊടുക്കുക. നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ. അത് നന്നായിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിന് അത്രയ്ക്ക് അങ്ങോട്ട് ഓവറായിട്ടുള്ള മധുരമൊന്നും ഉണ്ടാവില്ല. ഇതിനി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച ശേഷം പാൻ ചൂടായി കഴിയുമ്പോഴേക്കും ദോശ ബാറ്റർ, സാധാരണ മസാല ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ ദോശ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. പരമാവധി നൈസായിട്ട് പരത്തിയെടുക്കാം. എത്രമാത്രം നൈസായിട്ട് പരത്താവോ അത്രമാത്രം നൈസായിട്ട് തന്നെ പരത്തിയെടുക്കണം. അതായത് മസാല ദോശയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഔട്ടറെല്ലാം സെയിം മെത്തേഡാണ്. ആ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. ദോശയുടെ ഒരു വശം ഒന്ന് ചെറുതായി ഒന്ന് മുരിഞ്ഞു വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെയും കുറച്ചൊന്ന് മുരിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ ഈ ഫില്ലിംഗ് അങ്ങ് വെച്ച് കൊടുക്കാം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലേ, ശരിക്കും നമ്മുടെ ഉരുളൻകിഴങ്ങ് മസാല, ക്യാരറ്റൊക്കെ മിക്സ് ചെയ്ത് കുറച്ച് ഇറച്ചി മസാലയൊക്കെ ചേർത്തിട്ടുള്ള മസാല ഉണ്ടല്ലോ ഫില്ല് ചെയ്യുന്ന, ആ ഒരു മസാല ദോശയുടെ ഷേപ്പിലാണ് ഇപ്പോൾ ഈ ഒരു ഫില്ലിങ് കാണുമ്പോൾ ഇരിക്കുന്നത്. പക്ഷേ ടേസ്റ്റ് അങ്ങനെയല്ല കേട്ടോ, വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ ഫില്ലിങ്ങിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഓവറായിട്ട് മധുരം ചേർക്കാതിരിക്കുകയാണ് നല്ലത്. ആ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഒരു റിയൽ ടേസ്റ്റ് നമുക്ക് കിട്ടും, ഓവർ മധുരം ആകാതിരുന്നാൽ. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത്. എന്നിട്ടിത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. മസാല ദോശകളുടെ ഒരുപാട് വെറൈറ്റികൾ വരുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം 1 by 1 വന്നുകൊണ്ടിരിക്കും. പുറകെ ഉണ്ടാവും, ഓരോ വീഡിയോസൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്നിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പം ഞാനിതൊന്ന് സെർവ് ചെയ്യാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഫില്ലിങ് കണ്ടതാണ്, എന്നാലും ഈ ദോശയുടെ അകത്ത് ഇതിരിക്കുമ്പോൾ എങ്ങനെയാണ് ആ ഒരു ഇരിക്കുന്നത്, എങ്ങനെയാണ് ദോശയുടെ ഉള്ളിൽ ഇരിക്കുന്നതാണ് ഇതേപോലെ ശരിക്കും നമ്മൾ ഉരുളൻകിഴങ്ങ് വെച്ചിട്ടുള്ള മസാല ഉള്ളിൽ ഫില്ല് ചെയ്തതായിട്ടാണ് കാണുമ്പോൾ തോന്നുള്ളൂ. അപ്പം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും, വലിയവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്നതാണ്. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ മസാല ദോശ എടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലുണ്ടാവുമല്ലോ, അത് വളരെ ഡിഫറെൻ്റ് ആണല്ലോ, വെറൈറ്റി ആയിട്ടുള്ള വളരെ ഇഷ്ടപ്പെടുന്ന മണമാണ്. അതുപോലെ തന്നെയാണ് ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ട് നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. അതറിയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് കൂടി നോക്കണം കേട്ടോ. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചോളൂ, കമൻറ്റും കൂടി ചെയ്തോളൂ. എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങോട്ട് പോരട്ടെ. പിന്നെ ഷെയർ ചെയ്യാൻ ആരും മറക്കാതെ ഒന്ന് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു കിടിലൻ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ അതുവരേക്കും ബൈ.